നദികളിൽ സുന്ദരി യമുന യമുന യമുന. മുതലച്ചാരെ, എന്റെ പാട്ട് അടിപൊളിയല്ലേ? ഉവ്വ, അടിപൊളി. തന്റെ തല അടിച്ചു പൊളിക്കണം. വെറുതെ പാട്ടും പാടിയിരിക്കാതെ ശാപ്പാട് എന്തെങ്കിലും വഴി കൊണ്ടു നോക്കണം. ശാപ്പാടിനുള്ള വഴി നോക്കി ഈ വഴിയിലിരുന്ന് ഞാനൊരു വഴിക്കായി. ഇനി താൻ എന്തെങ്കിലും വഴി നോക്ക്. ഞാനെന്ത് നോക്കാൻ? പഴയതുപോലെ മീനുകളൊന്നും എന്റെ വലയിൽ വീഴുന്നില്ല. വല്ല നുണയും പറഞ്ഞ് അടുത്തുകൂടി ശാപ്പിടാമെന്ന് കരുതിയാൽ അതും പാലിക്കുന്നില്ലടോ. ഹായ്, എടാ മോനെ, എവിടെ പോകുന്നു? ഞാൻ ഇവിടേക്ക് വന്നതാ. നദിയിലെ വെള്ളത്തിൽ ഈ റംബൂട്ടാൻ കഴുകിയെടുക്കണം. റംബൂട്ടാനോ? അത് ഏത് പൊട്ടനാടാ? ഏയ്, റംബൂട്ടാനല്ല, റംബൂട്ടാൻ. ഹേയ്, ഇത് കണ്ടോ? നാട്ടിലെ കർഷകരുടെ തോട്ടത്തിൽ ചെന്ന് പറിച്ചതാണ്. അവർ വരുന്നുമ്പ് ഞാൻ അവിടുന്ന് ഓടിപ്പോന്നു. പക്ഷേ ഓട്ടത്തിനിടയിൽ നിലത്തു വീണ് ഇതിലെല്ലാം മണ്ണ് പറ്റി. ഈ നദിയിൽ ഇതൊക്കെ കഴുകിയെടുക്കണം. പക്ഷേ ഈ നദിയിലെ വെള്ളത്തിൽ കഴുകുന്നത് അപകടമാ. അതെന്താണ്? ഈ നദിയിൽ മാരകമായ വിഷം കലക്കിയിരിക്കുന്നു. ആര്? നിങ്ങളോ? ഞങ്ങളല്ല, കാളിയൻ. കാളിയനാണ് ഈ നദിയിൽ വിഷം കലക്കിയത്. ഈ നദീതീരത്ത് നീ വന്നത് തന്നെ അപകടമാണ്. ജീവൻ വേണമെങ്കിൽ വേഗം റംബൂട്ടാനും കളഞ്ഞിട്ട് ഓടിക്കോ. അയ്യോ, എനിക്കൊരു റംബൂട്ടാനും വേണ്ടേ. ആ കുരങ്ങച്ചൻ എന്തൊരു മണ്ടൻ. അയ്യോ കുറുക്കച്ച, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അതെന്താണ്? നീയല്ലേ പറഞ്ഞത് ഈ നദിയിൽ കാളിയം വിഷം കലക്കിയിരിക്കുകയാണെന്ന്? വിശപ്പ് കൊണ്ട് ഞാൻ ഈ വെള്ളം ഇന്ന് 2 തവണ കുടിച്ചു. ഇതിനകത്ത് വിഷം കലക്കിയ കാര്യം നീ എന്താ എന്നോട് പറയാത്തത്? നീ ആ കുരങ്ങനേക്കാൾ മരമണ്ടനാണല്ലോ. എടോ, ആ കുരങ്ങന്റെ കയ്യിൽ നിന്ന് റംബുട്ടാൻ അടിച്ചെടുക്കാൻ ഞാൻ ഒരു നുണ പറഞ്ഞതല്ലേ? എന്നാലും നീ അത് വിശ്വസിച്ചല്ലോ. ഓ, അത് ശരി. അത് തന്റെ തന്ത്രമായിരുന്നല്ലേ? അത് കൊള്ളാം. മണ്ണ് പറ്റിയാൽ എന്താ, തൽക്കാലം ശാപ്പാടിനുള്ളതായല്ലോ. ഓ, എന്തൊരാർത്തി! ഈ ഇറച്ചിക്ക് ഒരു രുചിയുമില്ല. ഇറച്ചിയോ? അത് ഇറച്ചിയൊന്നും അല്ല, കർഷകരുടെ കൃഷിത്തോട്ടത്തിൽ നിന്നും പറിച്ചതാണെന്ന് ആ കുരങ്ങച്ചൻ പറഞ്ഞത് നീ കേട്ടില്ലായിരുന്നോ? അത് ഞാൻ കേട്ടില്ല. ചുവന്ന് തുടിതിരിക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല ഇറച്ചി കഷ്ണവുമായിരിക്കുമെന്ന്. ബുദ്ധിക്കുറവ് മാത്രമല്ല, തനിക്ക് കേൾവിക്കുറവുമുണ്ട് അല്ലേ? താൻ എന്നെ കളിയാക്കണ്ട. ബുദ്ധിയില്ലാത്തത് തനിക്കാണ്. ആ കുരങ്ങൻ പഴങ്ങൾ കഴുകാൻ പുഴയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പിടിക്കുമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ നദിയിൽ വിഷം കലക്കി എന്ന് പറഞ്ഞ് താൻ ആ കുരങ്ങനെ ഓടിച്ചത്. എന്നിട്ട് കിട്ടിയതോ കുറെ പഴങ്ങൾ. ഇതാർക്ക് വേണം? താൻ തന്നെ കൊണ്ടുപോയി തിന്നോ? മുതലച്ചാരേ, ക്ഷമിക്ക്, എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി. മറ്റുള്ളവരെ മണ്ടനാക്കാൻ നോക്കി സ്വയം മണ്ടനായത് താനാണെന്ന് തനിക്ക് മനസ്സിലായല്ലോ. അത് മതി. ഒരു കരടി വരുന്നുണ്ടല്ലോ. മുതലച്ചാരെ, താൻ വാലറ്റം പുറത്ത് കാട്ടി വെള്ളത്തിൽ മുങ്ങിക്കിടന്നോളൂ. അവൻ വന്ന് വാലി തൊടുമ്പോൾ മെല്ലെ മെല്ലെ നീന്തി നദിയുടെ നടുവിലേക്ക് അവനെ കൊണ്ടുപോയി പിടികൂടണം. എന്താ, ഒരു കരടിയെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ തന്നെ കൊണ്ടാവില്ലേ? പിന്നെ കടുവകളെ വരെ ഞങ്ങൾ മുതലുകൾ വെള്ളത്തിൽ വെച്ച് പിടികൂടും. പിന്നെയാണ് ഒരു കരടി. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കുന്നില്ല. എല്ലാം ഈ കരയിലിരുന്ന് താൻ കണ്ടോളൂ. എന്താ കരടിച്ചാരേ ഇങ്ങോട്ടൊക്കെ? ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതോ? ആ പാറക്കെട്ടിനടുത്ത് ആ വലിയ തേക്കുമരത്തിന്റെ മുകളിലിരുന്ന തേനിന്നെടുത്തു. വീട്ടിലേക്ക് വേണ്ടി ഇത്തിരി കൈ കരുതിയിട്ട് ബാക്കിയുള്ളത് അപ്പോ തന്നെ ഞാൻ അങ്ങ് കുടിച്ചു തീർത്തു.
ഇപ്പോ ഭയങ്കര ക്ഷീണവും ദാഹവും. അപ്പോ തേനാണല്ലേ ഈ കയ്യിലിരിക്കുന്നത്? കൊള്ളാം. എങ്കിലും ഞാനൊന്ന് പറയട്ടെ, ഈ പുഴയിൽ ധാരാളം മീനുള്ളപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തേക്കുമരത്തിലൊക്കെ കയറി കഷ്ടപ്പെടുന്നത്? ഈ പുഴയിൽ വെറുതെ ഒന്ന് മുങ്ങി പൊങ്ങിയാൽ തന്നെ കൈ നിറയെ മീൻ കിട്ടില്ലേ? നേരാണോ നിങ്ങൾ പറയുന്നത്? കയ്യിലിരിക്കുന്ന ആ തേൻറാത്തൽ ഈ പുഴക്കരയിൽ വെച്ചിട്ട് വേണമെങ്കിൽ പുഴയിൽ ഇറങ്ങി ഒന്ന് പരീക്ഷിച്ചോളൂ. ദാദാ, കണ്ടില്ലേ വെള്ളത്തിൽ ഒരു വലിയ മീനിന്റെ വാലനങ്ങുന്നത്? വേഗം ഇറങ്ങി പിടിക്ക്. ഓ ശരിയാണല്ലോ, ഇന്ന് ഞാൻ അവനെ പിടിക്കും. ഇവൻ വെള്ളത്തിലിറങ്ങുന്ന സമയം തന്നെ തേൻറാത്തൽ ഞാൻ അടിച്ചു മാറ്റും. വാലറ്റം കണ്ടിട്ട് വലിയ മീനാണെന്ന് തോന്നുന്നു. എന്നെ പറ്റിക്കുന്നോ? നിന്നെ പിടിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ മുതല! അയ്യോ അയ്യോ അയ്യോ, ഞാൻ ചത്തേ. എടോ കുറുക്കച്ച, അതൊരു മുതലയായിരുന്നു. ധാരാളം മീനുകളുള്ള പുഴയല്ലേ, ചിലപ്പോ മീൻ തിന്നാൻ വന്ന മുതലയാവും. ഞാനിവിടെ വെച്ചിരുന്ന തേൻറാത്തൽ കാണുന്നില്ലല്ലോ, അതെവിടെ പോയി? ഓ, അതിപ്പോൾ ഒരു കാക്ക കൊത്തിക്കൊണ്ട് പറന്നു പോയതേ ഉള്ളൂ. ഓ, എന്തൊരു കഷ്ടം! മീനും കിട്ടിയില്ല, കൊണ്ടുവന്ന തേനും പോയി. ഓ, ആ മണ്ട മുതലയ്ക്ക് കരടിയെ കിട്ടിയില്ലെങ്കിലും എനിക്ക് കാട്ടുതേൻ കിട്ടിയല്ലോ. എടാ എടാ കള്ളക്കുറുക്ക, തനിക്കൊന്നും പറ്റിയില്ലേ? താനൊക്കെ ഒരു സുഹൃത്താണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? കടുവകളെ വരെ വെള്ളത്തിലിട്ട് പിടിക്കുന്നവരാണ് ഞങ്ങൾ മുതലകളെന്ന് പറഞ്ഞു പോയതല്ലേ. എന്നിട്ട് എന്തിനാ വെറുതെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? അതെ, പിറകിലൂടെ പമ്മി വന്ന് പെട്ടെന്ന് വാലി പിടിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിഞ്ഞൊന്ന് കടിക്കാൻ പോലും അവസരം തരാതെ വാലി പിടിച്ച് കറക്കി ഒരേറായിരുന്നില്ലേ. വീണത് വെള്ളത്തിലായതുകൊണ്ട് മാത്രം ഒന്നും പറ്റിയില്ല. താൻ ഈ കുറ്റിക്കാട്ടിലെങ്ങാനും കയറി ഇരുന്നോളൂ. തന്റെ കയ്യിലിരിക്കുന്ന സാധനം ആ കരടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ? അതെ, കാട്ടുതേനാണ്. ഭയങ്കര കയ്പുള്ളതാ. എന്തായാലും വേണ്ടില്ല, പകുതി ദേ എന്റെ ഈ നാവിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചേക്ക്. ഇതാരാണ്? ഓ ഭാഗ്യം, ഈ പുഴയിൽ മുതലയില്ലെന്ന് തോന്നുന്നു. എടോ നിൽക്കവിടെ. താൻ ആരോട് ചോദിച്ചിട്ടാ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചത്? ഇല്ല, ആരോടും ചോദിച്ചില്ല. പുല്ലുമേയാൻ ഇറങ്ങിയതായിരുന്നു. ഒരു കൂട്ടം ചെന്നായ്ക്കൾ എൻ്റെ പിന്നാലെ കൂടി. ഞാൻ ആ ചെന്നായ്ക്കളുടെ മുന്നിൽ നിന്ന് ഓടി. ഒരുപാട് സമയം ആ ചെന്നായ്ക്കൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ആ പൊന്തംകുന്ന് കയറി മാമലക്കണ്ടം വഴി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ എത്തി. ആയിരിക്കാം. പക്ഷേ ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആരാണ് നിനക്ക് അനുവാദം തന്നത്? ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ അനുവാദം വേണം. അനുവാദമില്ലാതെ നീ വെള്ളം കുടിച്ചതുകൊണ്ട് ഈ കുറുക്കൻ ചോദിക്കുന്നത് എന്തും പകരമായി നീ നൽകേണ്ടി വരും. അയ്യോ, പകരം നൽകാൻ എൻ്റെ കയ്യിലിപ്പോൾ ഒന്നുമില്ല. ഇനിയൊരിക്കലും ഞാൻ ഇവിടുന്ന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിച്ചാൽ പോരെ. ഇപ്രാവശ്യത്തേക്ക് എന്നെ ഒന്ന് വെറുതെ വിട്. ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചതിന് പകരമായി കുറുക്കച്ചൻ ചോദിക്കുന്നത് നൽകാതെ നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല.
അല്ല, വെള്ളം കുടിച്ചതിന് പകരമായി കുറുക്കച്ചൻ എന്താണ് ആവശ്യപ്പെടുന്നത്? ഇറച്ചി. നമ്മുടെ കുറുക്കച്ചന് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. അതെ, ഇറച്ചി തരാൻ നീ തയ്യാറല്ലേ? ആഹാ. അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്താ ഒന്നും മിണ്ടാത്തത്? വേഗം പറ. ഓഹോ, ഇറച്ചി തരാൻ ഞാൻ തയ്യാറാണ്. ആവശ്യമുള്ള ഇറച്ചി എൻ്റെ കാലിൻ്റെ തുടഭാഗത്ത് നിന്നും കുറുക്കച്ചൻ തന്നെ മുറിച്ചെടുത്തോളൂ. കുറുക്കച്ച കോളടിച്ചല്ലോ. പിന്നെ നമ്മുടെ കാര്യം മറക്കല്ല് കേട്ടോ. വന്ന വഴിയും തിന്ന കോഴിയും മറക്കുന്നവനല്ലടോ ഈ കുറുക്കച്ചൻ. അറിയാം. എന്തായാലും വേഗം തുടയിറച്ചി കടിച്ചു മുറിക്ക്. എന്റെ ബ്രൂസിലി, ഈ സീബ്രയെ കാത്തോണേ. അയ്യോ കുറുക്കച്ചോ, മുതലച്ചാരേ, വേഗം പുഴയിലേക്ക് വന്ന് എന്നെ രക്ഷിക്കണോ. കുറുക്കച്ചോ, ഞാൻ ദേ വരുന്നേ. അത്യാഗ്രഹികളുടെയും അഹങ്കാരികളുടെയും അനുഭവം എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.